അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവർ ഈ കേബിൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ നോൺ ISI പൈപ്പ് ഇട്ടിട്ടാണ്. അതുകൊണ്ട് ഈ പൈപ്പൊക്കെ ഇവിടെ പൊട്ടിയിരിക്കണം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ISI ക്വാളിറ്റിയുള്ള പൈപ്പായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പൊട്ടി പോകുന്നതല്ല. ഇതിപ്പം ഒരു സ്കൂളിലാണ് ചെയ്തേക്കണത്. അപ്പോൾ ഈ പിള്ളേരൊക്കെ ഓടി നടക്കുകയൊക്കെ ചെയ്യണ സമയത്ത് ഈ പൈപ്പിൻ്റെ മുകളിൽ ചവിട്ടുമ്പോഴത്തേക്കും ഇത് പൊട്ടിപ്പോകുന്നതാണ്. പിന്നെ ഇതുപോലെ ഇതൊരു കാനയാണ്, അതായത് ഒരു ഓടയാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴുകുന്നൊരു സ്ഥലത്താണ് ഈ ഒരു രീതിയിൽ പൈപ്പ് ഇട്ട് കേബിൾ ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മിക്കവാറും ഇത് പൊട്ടിപ്പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഫ്രീക്വൻ്റായിട്ട് ഇവിടെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആകാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ പൈപ്പുകളുടെ ആ ഒരു കപ്ലിങ്ങൊക്കെ വിട്ട് കിടക്കണ കാണാൻ കഴിയുന്നുണ്ട്. കേബിളും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ കേബിൾ ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ പൈപ്പ് പൊട്ടി കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വയറ് നിങ്ങൾക്ക് വൈറ്റ് കളറിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ കേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ക്യാമറ എന്താണെങ്കിലും ഡാമേജ് ആയി പോയിട്ടുണ്ടാവണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ കേബിൾ ചെയ്തേക്കുന്ന ആളുകളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഈ കേബിളുകളൊക്കെ ഏതൊക്കെ ടൈപ്പുകളുണ്ടെന്നും, അതായത് UTP കേബിൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, STP കേബിൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതുപോലെ നമ്മൾ ഈ പല പല കേബിൾസ് കണ്ടില്ലേ, പല കളറുകളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള കളർ, അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അതുപോലെ തന്നെ നമ്മളൊരു വീട് പണിയണ സമയത്ത് എപ്പോഴാണ് കേബിളിങ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത്രയും കേബിൾസാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ 1, 2, 3 ഈ 3 കേബിൾ ഒഴികെ ബാക്കി എല്ലാ കേബിൾസും UTP കേബിളാണ്. ഇതിനകത്ത് ഈ ഒരു കളറിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ ഫിനോലെക്സിൻ്റെയും അതുപോലെ തന്നെ ഡീലിങ്ങിൻ്റെയും കേബിളുണ്ട്. ആ കേബിളുകളെല്ലാം തന്നെ UTP കേബിളാണ്. കളർ ഒരു ഫാക്ടറേ അല്ല. നമുക്ക് ഏത് കളറിലുള്ള കേബിൾ എടുത്താലും എല്ലാത്തിനും സെയിം പ്രോപ്പർട്ടി തന്നെയാണ്. വിശദമായിട്ട് അതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് UTP കേബിൾ എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ UTP കേബിളാണ്. UTP കേബിൾ എന്ന് പറഞ്ഞാൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അപ്പോൾ ഈ 2 കേബിളുകൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കേബിളിൻ്റെ മുകളിലായിട്ട് ആ പ്ലാസ്റ്റിക് ജാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെയായിട്ട് നേരെ നമ്മുടെ ആ ഒരു കോപ്പർ 4 പെയർ കേബിളാണ് വരുന്നത്. ഇത് രണ്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കേബിൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് ജാക്കറ്റിൻ്റെ താഴെയായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു മെറ്റൽ ബ്രേഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ EMI എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. അതായത് നമ്മൾ വളരെ ഹൈ പവർ വലിക്കുന്ന ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഉപകരണത്തിൻ്റെ അടുത്തോടെയൊക്കെയാണ് നിങ്ങൾ ക്യാമറയ്ക്കുള്ള കേബിൾ വലിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള STP കേബിളുകളാണ് ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള കേബിൾസിനൊന്നും ഈ കളറിലല്ലാതെ വേറെ പ്രോപ്പർട്ടീസോ കാര്യങ്ങളിലോ ഒന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് 2 കേബിൾസ് ഉണ്ട്. ഒരെണ്ണം ആർമേഡ് കേബിളാണ്, ഒരെണ്ണം ഔട്ട്ഡോർ കാറ്റ്സിസ് കേബിളാണ്. അപ്പോൾ ഔട്ട്ഡോർ കാറ്റ്സിസ് കേബിൾ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും ഈ ഒരു കേബിളിൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കനമാണ്. അതായത് ഇതിൻ്റെ ഈ ഔട്ടർ ജാക്കറ്റിന് ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു കേബിളാണ്. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഈ ഒരു കേബിൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഇതിന് ഇൻസുലേഷൻസൊക്കെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാലും അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു കേബിളാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒടിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സ്ട്രിപ്പർ വെച്ചിട്ട് ഇവിടെ വരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇത് ഒടിയുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. പതിയെ ഒടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാധനം ഇനി ഊരിക്കളയാന്ന് പറഞ്ഞാൽ, അതായത് ഇത് ക്രിമ്പ് ചെയ്യണ സമയത്ത് നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്ന ഒരു കേബിളാണ് നമ്മുടെ ഈ ഒരു കേബിളും, അതുപോലെ തന്നെ ഈ പറയുന്ന STP കേബിളും കേട്ടോ. ഇത് ഭയങ്കര പാടാണ് ക്രിമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെയുള്ള സാധാരണ കേബിളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ക്രിമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കേബിളാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഇത്രയൊന്നും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പുറകോട്ട് വലിച്ചെടുക്കാൻ പറ്റിയല്ല. നിങ്ങൾ കുറച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പതിയെ ഈ ജാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം ഇത് ക്രിമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഔട്ട്ഡോർ കേബിൾ ജാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നത് കേട്ടോ. അതിങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. നമ്മളിത് സാധാരണ ആ ഒരു കേബിൾ കണ്ട അതേപോലെ തന്നെയല്ലേ. കാരണം ഇത് 2 UTP കേബിൾ തന്നെയാണ്. അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. പക്ഷേ ഈ ഒരു മഞ്ഞ കേബിളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മഴയത്തും വെയിലത്തൊക്കെ നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ, പൈപ്പൊന്നും ഇടാതെ വെറുതെ ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു കേബിൾ ഡാമേജ് ആയി പോകും. പക്ഷേ ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. നമ്മുടെ ഈ പറയുന്ന ഈ ബ്ലാക്ക് കേബിൾ ഞങ്ങൾ റോട്ടിൽ ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാറ്റ്സിസ് കേബിൾ ഇതിപ്പോൾ ഒരു 8 വർഷമെങ്കിലും ആയി. ഇതുവരെ ഒരു കേബിളിന് ഒരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല. അത്രയും നല്ലൊരു കേബിളാണ് ഇത്. അപ്പോൾ ഈ കേബിളൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന കേബിളാണ് ആർമേഡ് കേബിൾ എന്ന് പറയുന്നത്. കണ്ടോ, ആർമേഡ് കേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ STP കേബിളിനെ പോലെ അത്രയും ചെറിയ ഒരു ബ്രേഡിങ് അല്ല വരുന്നത്. വളരെ വലിയൊരു ബ്രേഡിങ് ആണ് വരുന്നത്. കണ്ടോ, അതെ, നല്ല വലിയ കട്ടിയുള്ള കമ്പിയാണ് വരുന്നത് ഇതിനകത്ത്. അപ്പോൾ ഈ കേബിൾ നമുക്ക് ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരിക്കലും നമ്മുടെ വീട്ടിലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ വീട്ടിൽ ചെയ്തെന്ന് വെച്ചുകൊണ്ട് ഇതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. നമുക്കിപ്പോൾ പൈപ്പൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലാതെ വെറുതെ നിങ്ങൾക്ക് കേബിൾ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കേബിൾ ഇടാം. പക്ഷേ ഈ ഒരു കേബിളുടെ കനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു കേബിൾ കണ്ടോ,
ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വലിപ്പം. ഇത് കണ്ടോ, ഇതിൻ്റെ അടുത്ത് ഈ കേബിൾ ഇരിക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം ഒന്ന് നോക്കി, ഇത്രയും വലുതാണ്. ഈ കേബിൾ നമുക്ക് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വളച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് അത്ര പെട്ടെന്ന് വളയുന്നൊരു കേബിളല്ല. ഇതുണ്ടോ, വളയെന്ന് വെച്ചാൽ ഞാൻ അത്രയും ബലം കൊടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ വളയുന്നത്. അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിലാണ് നമുക്ക് വലിച്ചൊന്നും എടുത്തുകൊണ്ട് വന്ന് ചെയ്യാൻ പറ്റുന്നതല്ല, വെറുതെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് കേബിളാണ് ഇത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കേബിള് നമ്മളിത് ഇതിൻ്റെ ടിപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഈ മെറ്റൽ ഷീൽഡിൻ്റെ അകത്ത് തന്നെ വീണ്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സാധാരണ ആ ഒരു കേബിൾ വരുന്നത് കേട്ടോ. ഇത് ഇവിടുന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ്, ഇത് കൈ കൊണ്ടൊന്നും റിമൂവ് ആവില്ല, സ്ട്രിപ്പർ വെച്ചിട്ട് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ പിന്നെയും നമ്മൾ സാധാരണ കണ്ടാക്കൂട്ട് തന്നെ ആ സെയിം കളർ കോഡൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയുള്ള കേബിളാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഉള്ളിൽ പോകുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഹെവി ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റൊക്കെ ഇതിന് കിട്ടിയാൽ തന്നെ ഈ കേബിളിന് അത്ര പെട്ടെന്ന് ഡാമേജ് ഒന്നും വരികയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതേപോലെ ഈ ഒരു കേബിളിൻ്റെ ഔട്ടർ ഷീൽഡിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ ഒരു കറുത്ത കേബിൾ ഞാൻ ആദ്യം കാണിച്ചില്ലേ, ബ്ലാക്ക് കേബിൾ ഔട്ട്ഡോറായിട്ട് നമ്മൾ വലിക്കുന്ന കേബിൾ, അതിൻ്റെ അത്രയും തന്നെ കനം ഈ ഒരു കേബിളിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഔട്ട്ഡോർ കൊണ്ടിട്ടാലും ഒരിക്കലും ഈ ഒരു കേബിളിന് ഒരിക്കലും ഡാമേജ് വരില്ല. ഇപ്പോൾ നിങ്ങൾ പുതിയ വീട് പണിയുന്നുണ്ട്, നിങ്ങൾക്ക് ക്യാമറയ്ക്ക് കേബിൾ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇടേണ്ട കേബിൾ എന്ന് പറഞ്ഞാൽ IP ക്യാമറ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള Cat 6 കേബിളാണ്. നമ്മുടെ സാധാരണ ക്യാമറകൾ വലിയ ഉപയോഗിക്കുന്ന കേബിൾ എന്ന് പറഞ്ഞാൽ കോയാക്സൽ കേബിളാണ്. അപ്പോൾ ഈ കോയാക്സൽ കേബിളുകൾ നിങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് ഒരു IP ക്യാമറ ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ IP ക്യാമറകളാണ് ലേറ്റസ്റ്റ് ടെക്നോളജിക്കലായിട്ടുള്ള ക്യാമറകൾ. അപ്പോൾ ഇതുപോലെയുള്ള കേബിളുകൾ നിങ്ങൾ ഇടുന്ന സമയത്ത് പല ആൾക്കാരും പൈപ്പ് നേരത്തെ ഇട്ട് വയ്ക്കും. പൈപ്പ് നേരത്തെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഈ ടൈപ്പ് കേബിളുകൾ 2-3 എണ്ണം ഒരുമിച്ച് വലിച്ചെടുക്കാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ കേബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉള്ള കേബിളാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രീഷ്യൻസ് അവർ പൈപ്പ് ഇട്ട് നേരത്തെ വെക്കുന്ന സമയത്ത് പലയിടത്തും ജംഗ്ഷൻസ് ഒന്നും ഇടാതെ തന്നെ വെറുതെ എൽബോയും ബെൻഡൊക്കെ ഇട്ട് വയ്ക്കും. അപ്പോൾ കേബിൾ പുള്ളർ ഇട്ട് വലിക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ വയർ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കയറിപ്പോരും. പക്ഷേ ഇതുപോലെയുള്ള വയറുകൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ജംഗ്ഷനിൽ പോയി തട്ടി നിൽക്കാറാണ് പതിവ്. ഒന്നിൽ കൂടുതൽ വയറുകൾ വലിക്കുന്ന സമയത്താണോ, ഒരെണ്ണമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പോരാൻ ചാൻസ് ഉണ്ട്. പിന്നെ Cat 6 കേബിൾ പല ടൈപ്പും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഒരുപാട് വില കുറഞ്ഞ കേബിളിലേക്ക് പോകാതെ കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേബിൾ ഇടാൻ നോക്കുക. പിന്നെ ഒരു സിംഗിൾ കേബിൾ ഒരിക്കലും 100 മീറ്ററിൽ കൂടുതൽ ലെങ്ത് നിങ്ങൾ വലിച്ചുകൊണ്ട് പോകാൻ പാടില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ 3/4 ഇഞ്ച് പൈപ്പും അല്ലെങ്കിൽ 1 ഇഞ്ച് പൈപ്പൊക്കെ ഇട്ടിട്ട് അതിൽ ഒന്നിൽ കൂടുതൽ കേബിൾ വലിക്കുന്ന സമയത്ത് നമ്മൾ ഈ ടൈപ്പ് കേബിളിലേക്ക് ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലിക്കുന്ന സമയത്ത് ഭയങ്കര ബലത്തിൽ വലിച്ചു കഴിഞ്ഞാൽ ഈ കേബിൾ പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്വിസ്റ്റ് ആയിട്ട് പിന്നീട് ഇതിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വീഡിയോയുടെ ക്വാളിറ്റി കുറയാനൊക്കെ ഒരുപാട് സാധ്യതകളുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ ഈ കേബിൾ ജോയിൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കാറുണ്ട്. RJ45 കേബിൾ കോപ്പർ കേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്യണതിന് പ്രോബ്ലം ഒന്നുമില്ല. 2 മെത്തേഡാണ് ഞങ്ങൾ സ്വീകരിക്കാറുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സോൾഡർ ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ RJ45 കപ്ലർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ RJ45 കപ്ലർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊക്കെ ലാഭിക്കാൻ പറ്റും. പക്ഷേ കൂടുതലായിട്ടും നമ്മളിത് ചെയ്യണത് ഇൻഡോർ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മസ്റ്റായിട്ടും ഒരു 4x4 അല്ലെങ്കിൽ 5x5 ഒരു ബോക്സ് വെച്ചിട്ട് ആ ജോയിൻ്റ് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. കാരണം എന്താ വെച്ചാൽ ഹ്യൂമിഡിറ്റി ഒക്കെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും കേബിളിൽ ഫ്യൂച്ചറിലേക്ക് അതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷനിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാമറ എവിടെയാണ് വെക്കാൻ വേണ്ടി പോകുന്നതെന്നും നമ്മൾ എങ്ങനെയാണ് അതിന് കേബിൾ ചെയ്യേണ്ടതെന്നുള്ളതിനനുസരിച്ചിരിക്കും, ആ ഒരു മെത്തേഡിനനുസരിച്ചിരിക്കും നമ്മുടെ കേബിൾ സെലക്ഷൻ. അപ്പോൾ നമ്മൾ ഇപ്പം ഔട്ട്ഡോറാണ് വലിക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഔട്ട്ഡോർ Cat 6 കേബിളുകൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻഡോർ ആണ് വലിക്കാൻ വേണ്ടി പോകണമെങ്കിൽ ഇൻഡോർ Cat 6 കേബിളുകൾ ഉപയോഗിക്കാം. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മളിപ്പോൾ ഈ വീടിൻ്റെ പുറത്താണല്ലോ ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്നത്, പക്ഷേ നമ്മൾ ആ പുറത്തേക്ക് കേബിൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും അത് ഇൻഡോർ കേബിൾ ഉപയോഗിക്കണം ഔട്ട്ഡോർ കേബിൾ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ഔട്ട്ഡോർ കേബിളുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ പൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വെറുതെ വലിക്കുന്ന സമയത്താണ് കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ പൈപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും ഇൻഡോർ കേബിൾ ഔട്ട്ഡോർ വലിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ ഒരു പൈപ്പ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ അത് ISI ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി പൈപ്പുകൾ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻഡസ്ട്രിയൽ യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HDPE പൈപ്പുകൾ ഉപയോഗിക്കാം. അപ്പോൾ അതൊരിക്കലും പെട്ടെന്ന് ഡാമേജ് വരുന്ന ഒരു സാധനമല്ല, നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതാണ് നമ്മൾ ഈ റോട്ടിലൊക്കെ ജിയോയും എയർടെലൊക്കെ കേബിൾ അണ്ടർഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പുകൾ. അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ജോയിൻ്റോ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരത്ത് നമുക്ക് സിമ്പിളായിട്ട് വലിക്കാൻ കഴിയും. അപ്പോൾ
അങ്ങനെ ഏതെങ്കിലും മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആർമേഡ് കേബിൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് പ്യുവർലി ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയുള്ള കേബിളാണ്. നമുക്ക് ഒരിക്കലും ആർമേഡ് കേബിൾ ഒരു വീട്ടിലൊന്നും ഉപയോഗിക്കേണ്ടതായ യാതൊരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് EMIയും RFI ഒക്കെ അറിയാവുന്നതാണ്. EMI സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ആണ്. RFI എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ള സ്ഥലങ്ങളാണ് ഇൻഡസ്ട്രിയൽ ഏരിയ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കേബിൾ വലിക്കുന്ന സമയത്ത് അത് ആർമേഡ് കേബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ STP കേബിൾസ് ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങൾ ഈ HOCL എന്ന് പറയുന്ന ഒരു കമ്പനി, അതായത് ഒരു ഫാക്ടറിയാണ്, ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ഫാക്ടറി. അവിടെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ STP കേബിളുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ക്യാമറ വെക്കുന്ന പോയിന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവിടെ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറ്റിയ രീതിയിൽ വേണം കേബിൾ എടുക്കാൻ വേണ്ടിയിട്ടും അത് വലിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.